കഴിഞ്ഞ തവണ ഞാൻ തിരുവനന്തപുരം RCC പോയപ്പോൾ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ പ്രമോദേട്ടൻ്റെ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പേടിച്ചൊക്കെയാണ് അങ്ങോട്ട് പോയത്. കാരണം ഒരു ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയാതെ അങ്ങോട്ട് ചെന്നത്. കാരണം ഒരു കൈ മുറിഞ്ഞാൽ പോലും മൂകതയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരെ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നു. അപ്പം പിന്നെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം വീണ്ടും ഈ രോഗം അല്പം കൂടി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം മജ്ജ മാറ്റി വയ്ക്കുകയാണ് അടുത്ത ഒരു സൊല്യൂഷനായിട്ട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. മജ്ജ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ശ്രീബാലയാണ്. അദ്ദേഹത്തിന് 11 വയസ്സേ ഉള്ളൂ. അപ്പം ഇവരെല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പം പ്രമോദേട്ടൻ്റെ അന്ന് വീഡിയോ പറഞ്ഞിരുന്നു, ഒരുപാട് അവാർഡുകൾ കിട്ടിയ നമ്മൾ ഈ TV-യിലും അടക്കനെ മാഗസീനിലും കലണ്ടറിലും കാണുന്ന അങ്ങനെ അത്തരം ഫോട്ടോസ് എടുത്ത, ഒരുപാട് നാഷണൽ അവാർഡ് കിട്ടിയ, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരുപാട് അച്ചീവ്മെൻറ്റ് കിട്ടിയ, ഒരുപാട് നല്ല ക്ലാസ്സുകൾ എടുത്ത ഒരു വ്യക്തിയാണ് പ്രമോദേട്ടൻ. അപ്പം അദ്ദേഹം ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊപ്പമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തമിഴ്നാട് ഹോസ്പിറ്റലിലാണ് പോണത്. വെല്ലൂർ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയായിട്ട് മോള് മജ്ജ നൽകാൻ ഓക്കെയാണ്. മോളാണ് നൽകുന്നത് അച്ഛന് വേണ്ടിയായിട്ട്. അപ്പം ഇതിന് ഏകദേശം 75 ലക്ഷം എബോ ചാർജ് ആവുന്നുണ്ട്. നമ്മൾ AKP ആണെങ്കിലും നമ്മളെ മറ്റ് ഫോട്ടോഗ്രാഫി സംഘടന എല്ലാം അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അപ്പം അത് മാത്രം പോരാ, ഈ ഒരു ചികിത്സ മറികടന്ന് കിട്ടാൻ വേണ്ടിയായിട്ട് മക്കളൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മോള് അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽപ്പുണ്ട്, വീട്ടുകാർ കട്ടയ്ക്ക് നിൽപ്പുണ്ട്, ഞങ്ങളും ഒപ്പമുണ്ട്. നിങ്ങളും കൂടി നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കഴിയുന്ന ഇത് പ്രാർത്ഥനയായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കുക. അപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് ബൈ പറയുന്നു. താങ്ക് യു.